Hello. Today we are going to study fourth part of chemical reactions and equations. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റിയാക്ഷൻ എന്താണെന്നും കെമിക്കൽ ഇക്വേഷൻ എന്താണ്, കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ ഇക്വേഷൻ, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ബേസ്ഡ് ഓൺ ദ type of chemical changes, chemical reactions are classified into 1. Combination reaction, 2. Decomposition reaction, 3. Displacement reaction, 4th. Oxidation and reduction reaction, 5th. Exothermic and endothermic reactions depending upon the chemical change. അവിടെ ഏത് രീതിയിലുള്ള കെമിക്കൽ ചേഞ്ച് ആണെന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ കെമിക്കൽ റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ 2 or more reactants combines to form a single product. അതിൻ്റെ എക്സാമ്പിളും നമ്മൾ പഠിച്ചു. അടുത്തത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എ റിയാക്ഷൻ ഇൻ വിച്ച് സിംഗിൾ റിയാക്ടന്റ് ബ്രേക്സ് ഡൗൺസ് ടു ഫോം 2 or more products. It is known as decomposition reaction. Here, energy is required for the decomposition of reactant. Depending upon the energy required, this reaction is further classified into thermal decomposition, electrolysis, and photolysis. Photolysis or photochemical reaction. If heat energy is required for the decomposition of reaction, that reaction is called a thermal decomposition reaction. അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോലൈസിസ്. ഇൻ ദിസ് റിയാക്ഷൻ ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾ. ഹിയർ ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ ബ്രേക്ക് ഡൗൺ ഓർ ഡീകമ്പോസിഷൻ. വെൻ ഇലക്ട്രിക് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ, it decomposes to give hydrogen and oxygen, hydrogen gas and oxygen gas. 2H2O gives 2H2 gas plus O2, അതും ഗ്യാസ് ആണ് അല്ലേ. അവിടെ ഇലക്ട്രിക് കറണ്ട് ആണ്, ഇലക്ട്രിക്കൽ എനർജിയാണ് ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ വെറും സോഡിയം ക്ലോറൈഡ് അല്ല, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ കൂടാണ് കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ. അപ്പം മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, സോഡിയം മെറ്റൽ ആൻഡ് ക്ലോറിൻ ഗ്യാസ് ആർ ഫോംഡ്. അപ്പം ഇവിടെ എനർജി യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്, ഇലക്ട്രിക് എനർജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താ പറയുന്നത്, ഇലക്ട്രോലൈസിസ്. അടുത്തത് ഫോട്ടോലൈസിസ് ഓർ ഫോട്ടോകെമിക്കൽ ഡീകമ്പോസിഷൻ. In these reactions, light energy is used for the decomposition of reactant molecule. Photo എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ്, photolysis. Here light energy is used for the decomposition of reactant molecule. Example, 2AgCl gives 2Ag plus Cl2. AgCl, സിൽവർ ക്ലോറൈഡ്. സിൽവർ ക്ലോറൈഡ് അതിൻ്റെ കളർ എന്താ, വൈറ്റ് കളേർഡ് സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ അത് ഇറ്റ് ഡീകമ്പോസസ് ടു ഗീവ് സിൽവർ ആൻഡ് ക്ലോറിൻ. സിൽവറിൻ്റെ കളർ ഗ്രേയിഷ് വൈറ്റ് ആണ്, മെറ്റൽ സിൽവർ. ആൻഡ് ക്ലോറിൻ ഗ്യാസിൻ്റെ കളർ യെല്ലോയിഷ് ഗ്രീൻ കളറാണ്. ക്ലോറിൻ്റെ കളറ് യെല്ലോയിഷ് ഗ്രീൻ. അപ്പോൾ ഹീറ്റ് എനർജി ആണെങ്കിൽ തെർമൽ ഡീകമ്പോസ് ഉപയോഗിക്കുന്നത്, റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹീറ്റ് എനർജി ആണെങ്കിൽ തെർമൽ ഡീകമ്പോസിഷൻ. ഇലക്ട്രിക്കൽ എനർജി ആണ് ഇലക്ട്രോലൈസിസ്. സൺലൈറ്റ് ലൈറ്റ് എനർജി ആണെങ്കിൽ എന്താ, അത് ഫോട്ടോലൈസിസ്. ഫോട്ടോലൈസിസിൻ്റെ സെക്കൻഡ് എക്സാമ്പിളാണ് നമ്മൾ പഠിക്കുന്നത്. 2AgBr solid gives 2Ag plus Br2. In presence of sunlight, silver bromide AgBr, silver bromide decomposes to give silver and bromine. Silver bromide pale yellow color ആണ്, silver grayish white ആണ്, bromine brown gas ആണ്.
The reaction of decomposition of silver halides are used in black and white photography. സിൽവർ ഹാലൈഡ്സ് നമ്മൾ ഫോട്ടോലൈസിസിന് ഇപ്പോൾ 2 എക്സാമ്പിളാണ് പഠിച്ചത്. ഒന്ന് സിൽവർ ക്ലോറൈഡിനും അടുത്തത് സിൽവർ ബ്രോമൈഡും ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഡീകമ്പോസിഷനാണ് പഠിച്ചത്. ഈ റിയാക്ഷൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹാലോജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടാണ് ഹാലൈഡ്സ്. ഹാലോജൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ, ഇത്രയാണ് ഹാലോജൻസ്. ഇത് നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ പഠിക്കും ഹാലോജൻസ്. ഈ ഹാലജൻസ് ആയിട്ടുള്ള സിൽവറിൻ്റെ കോമ്പൗണ്ട് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഡീകമ്പോസസ്. ഈ റിയാക്ഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫിക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. When a more reactive element displaces less reactive element from its compound, it is called a displacement reaction. ശക്തി കൂടിയ ആള് ശക്തി കുറഞ്ഞ ആളിനെ അവിടുന്ന് മാറ്റിയിട്ട് അവിടെ കയറി ഇരിക്കുക. അതായത് മോർ റിയാക്റ്റീവ് എലമെന്റ്, ശക്തി കൂടിയ ആള് ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് എലമെന്റ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്, ഇറ്റ് ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പം ഇതിനകത്ത് ശക്തി കൂടിയ ആളാണ്. മോർ റിയാക്റ്റീവ് എലമെന്റ് ആരാണ്, ലെസ് റിയാക്റ്റീവ് എലമെന്റ്സ് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിനൊരു റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അറിയാമായിരിക്കണം. അത് നന്നായിട്ട് കാണാതെ തന്നെ എഴുതി പഠിച്ചിരിക്കണം. അത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിലെല്ലാം ഇത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് പഠിക്കണം. ഒരു 5 നമ്പേഴ്സ് വീതം ഓരോ ദിവസമായിട്ട് പഠിച്ച് മുഴുവനും കാണാതെ എഴുതി നോക്കണം. റിയാക്ടിവിറ്റി സീരീസ്. K പൊട്ടാസ്യം, Na സോഡിയം, Ca കാൽസ്യം, Mg മെഗ്നീഷ്യം, Al അലൂമിനിയം. KNaCaMgAl. അടുത്ത ഇതേതാ, സിങ്ക്, Zn സിങ്ക്, Fe അയേൺ, Pb lead, H ഹൈഡ്രോജൻ. അപ്പം KNaCaMgAl, Zn Fe Pb H. അടുത്തത് CuHgAgAuPt. Cu കോപ്പർ, Hg മെർക്കുറി, Ag സിൽവർ, Au ഗോൾഡ്, Pt പ്ലാറ്റിനം. ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. ഏറ്റവും മോർ റിയാക്റ്റീവ് ഏതാ, പൊട്ടാസ്യം. മുകളിൽ നിന്ന് താഴത്തേക്ക് റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം, അത് കഴിഞ്ഞ് സോഡിയം, നെക്സ്റ്റ് കാൽസ്യം, അങ്ങനെ വന്ന് ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ഉള്ളത് പ്ലാറ്റിനം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നോക്കാം. അത് ആദ്യത്തെ സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ A+BC ഗീവ്സ് AC+B. അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു എലമെൻറ്റ് വേറൊരു എലമെൻറ്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു എലമെൻറ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റേ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. A+BC ഗീവ്സ് AC. നോക്കിയേ, BA അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നു. AC+, എന്നിട്ട് BA ഫ്രീ ആക്കി അല്ലേ. അതുപോലെ എക്സാമ്പിൾ നോക്കാം. Fe അയേൺ പ്ലസ് CuSO4 എന്തുവാ, കോപ്പർ സൾഫേറ്റ് അക്വസ് ആണ്, ബ്ലൂ കളറാണ്. കോപ്പർ സൾഫേറ്റിന് തുരിശ്, അതിന് ബ്ലൂ കളറാണ്. ഗീവ്സ് FeSO4 അക്വസ് പ്ലസ് Cu. റിയാക്ഷനിലേക്ക് നോക്കിയാൽ Fe പ്ലസ് CuSO4. ഇതിനകത്ത് Fe അയേൺ മോർ റിയാക്റ്റീവ് ആണോ നോക്കിക്കേ. റിയാക്ടിവിറ്റി സീരീസിൽ അയേൺ ആണോ മുകളിലെ കോപ്പറിനെക്കാട്ടിലും? അതെ, കോപ്പറിനെക്കാട്ടിലും മുകളിൽ അയേൺ ആണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഹൈഡ്രജൻ കഴിഞ്ഞാണ് കോപ്പർ, മെർക്കുറി, സിൽവർ ഒക്കെ വരുന്നത്. അപ്പോൾ മുകളിലുള്ളത് അയേൺ ആണ്. Fe അയേൺ ആണ് മുകളിൽ. അപ്പോൾ അയേൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. Iron being more reactive than copper displaces copper from aqueous solution of copper sulfate. അത് തന്നെ പഠിക്കണം. Another example for single displacement reaction is zinc plus copper sulfate gives zinc sulfate plus copper. ഇവിടെ zinc is more reactive than copper. റിയാക്ടിവിറ്റി സീരീസിൽ സിങ്കിൻ്റെ സ്ഥാനം കോപ്പറിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് സിങ്ക് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. സിങ്ക് ഈസ് എ മെറ്റൽ വിത്ത് ഗ്രേ കളർ. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളേർഡ് സൊല്യൂഷനാണ്. സിങ്ക് സൾഫേറ്റ് ഈസ് എ കളർലെസ് സൊല്യൂഷൻ.
Zinc being more reactive than copper displaces copper from copper sulfate solution and form new products, zinc sulfate and copper metal. In double displacement reaction. The reaction in which two different ions or group of atoms in the reactant molecule are displaced by each other. It is called a double displacement reaction. It is also called a precipitation reaction. സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നു. അയോൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റന്റ് മോളിക്യൂൾ ആർ ഡിസ്പ്ലേസ്ഡ് ബൈ ഈച്ച് അതർ. ഇവിടെ ഒരു റിയാക്ഷന് ശേഷം ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. അതിനാൽ ഈ റിയാക്ഷനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നും കൂടി പറയുന്നുണ്ട്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. Example, Na2SO4 plus BaCl2 gives BaSO4 plus Na2NaCl. ഇത് ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ചോദിച്ചാലും ഇത് തന്നെ എഴുതാം. Na2SO4 സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ് BaCl2 gives BaSO4. അത് പ്രസിപ്പിറ്റേറ്റ് ആണ്, അതുകൊണ്ടാണ് ഡൗൺ ആരുമായിട്ട് കാണിച്ചിരിക്കുന്നത്. പ്ലസ് NaCl. White curdy precipitate ആണ് barium sulfate. On adding sodium sulfate to barium chloride, a curdy white precipitate of barium sulfate and a solution of sodium chloride are formed. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. സോഡിയം സൾഫേറ്റും Na2SO4 സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ. അടുത്ത എക്സാമ്പിൾ, AgNO3 പ്ലസ് NaBr ഗീവ്സ് AgBr പ്ലസ് NaNO3. ഇവിടെ AgBr പ്ലസ് NaNO3 ഇവിടെ they are displaced by each other. സിൽവർ നൈട്രേറ്റ് പ്ലസ് സോഡിയം ബ്രോമൈഡ് ഗീവ്സ് സിൽവർ ബ്രോമൈഡ്. AgBr എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്, അതുകൊണ്ടാണ് ഡൗൺ ആരോ കാണിച്ചിരിക്കുന്നത്. പ്ലസ് NaNO3 സോഡിയം നൈട്രേറ്റ്. AgBr ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് വിത്ത് യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ്. ഓൺ adding silver nitrate solution to sodium bromide, a yellow precipitate of silver bromide and a solution of sodium nitrate are formed. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. നമ്മൾ പഠിച്ചത് കോമ്പിനേഷൻ റിയാക്ഷൻസ് പഠിച്ചു, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, തെർമൽ ഡീകമ്പോസിഷൻ, ഇലക്ട്രോലൈസിസ്, ഫോട്ടോലൈസിസ്. പിന്നെ ഇപ്പോൾ പഠിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്, സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ്, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ പഠിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ നല്ല തറവായിട്ട് പഠിക്കണം. പേപ്പറിൽ എഴുതി തന്നെ പഠിക്കണം. വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ദിവസം ഒരു രണ്ട് അല്ലെങ്കിൽ 3 റിയാക്ഷൻസ് വെച്ച് കാണാതെ എഴുതി പഠിച്ച് അത് വീണ്ടും അടുത്ത ദിവസം റിപ്പീറ്റ് ചെയ്ത് പുതിയത് വീണ്ടും പഠിച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്താലേ, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാലേ കെമിസ്ട്രിയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ പോകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പഠിക്കുന്നുവെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.